പാലക്കാട് പ്രചരണത്തിനെത്തിയ രമേശ് പിഷാരടിയെ ബി.ജെ.പിയിലെ കുറച്ച് ബി.ജെ.പിക്കാർ തടഞ്ഞിരുന്നു. അപ്പൊ ബി.ജെ.പിക്കാർ തടഞ്ഞ സംഭവം ഈ വീഡിയോകൾ പുറത്തു വന്ന സമയത്ത് മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചു. അതായത് ഇത് ബി.ജെ.പിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു രീതിയാണ്, ബി.ജെ.പിക്കാർ ഈ രീതിയിൽ തന്നെയാണ് പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചു, ഈ സംഭവത്തിനോട് പ്രതികരിച്ചു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രീയ മര്യാദ പാലിക്കണം എന്ന് എടുത്തു പറയുകയും ചെയ്തു. ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ ശക്തമായി എതിർത്തിരിക്കുകയാണ് ഈ നമ്മുടെ NDA സ്ഥാനാർത്ഥി തന്നെയായ അഖിൽ മാരാർ. അഖിൽ മാരാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ എതിർക്കുന്നവരെ കൊല്ലുന്ന CPM കാലം ഒന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അഖിൽ മാരാർ ഇട്ടിരിക്കുന്നത്. അഖിൽ മാരാര് വസ്തുതകൾ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. RSS BJP സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ സംഘർഷങ്ങളിൽ പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുക, ഏകദേശം 35% മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതായത് ഇവിടെ രണ്ട് കൂട്ടർക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പോരാട്ടങ്ങൾ നടക്കുമ്പോൾ വർഗീയ സംഘർഷങ്ങൾക്കപ്പുറം ഇവിടെ ഒരു രാഷ്ട്രീയ സംഘർഷം നടക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയിട്ടുള്ളത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. അവിടെയാണ് നിരവധി സഹാക്കന്മാർ മരണപ്പെട്ടു പോയത്. ഈ പറയുന്ന RSS CPM സംഘർഷത്തിന്റെ ഏറ്റവും ഉത്തമ മാതൃകകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് പി ജയരാജൻ എന്ന് പറയുന്ന സഹാവ്. അത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തിട്ട് ആക്രമിച്ചാണ് അദ്ദേഹത്തെ. ഒരു പൊയ്ക്കൈയുമായി അദ്ദേഹം നടക്കുകയാണ്. അപ്പം ഇവിടെ CPM ഇവിടെ അക്രമ രാഷ്ട്രീയമാണോ? CPM അക്രമ രാഷ്ട്രീയം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനപ്പുറത്ത് CPM-ന് അപ്പുറത്തേക്ക് RSS-ന്റെ ഒരു അക്രമ രാഷ്ട്രീയം ഇവിടെയുണ്ട്. നമ്മുടെ മുന്നിൽ കണക്കുകളല്ലേ ഉള്ളത്. നമ്മൾ ഏകദേശം 200ഓളം സഹാക്കന്മാരാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ RSS കാവാലികന്മാരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതെന്താ കണക്കിൽ വരില്ലേ? ഇത് ഈ പറയുന്ന ഇദ്ദേഹം അറിയുന്നില്ലേ? അഖിൽമാരാർ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നമ്മൾ കണക്ക് നോക്കുമ്പോ ഇവിടെ 65 RSS ആൾക്കാരാണ് മരണപ്പെട്ടത്. അതായത് 2000 മുതൽ 17 വർഷത്തിനകത്ത് കൊല്ലപ്പെട്ടത് വെറും 65 RSS BJP പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് കേരളത്തില്. അപ്പം എത്രയാണ് അവിടെ കൊല്ലപ്പെടുന്നതെന്ന് ആലോചിച്ചു CPM-ന്റെ. എന്നിട്ടാണ് ഇവര് അക്രമ രാഷ്ട്രീയം അക്രമമാണ്, ഇതാണെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ 55.66% CPM-കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 55.66. എന്നാൽ അതിൽ എത്രയോ കുറവാണ് BJP RSS എന്ന് ആലോചിക്കും. 35, 37 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് അവരുടെ. ഇതാണ് ശരിക്കുമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അപ്പം CPM-നെ മാത്രം അക്രമ രാഷ്ട്രീയത്തിന്റെ ഉലയിൽ തളച്ചിടാനാണ് ശ്രമിക്കുന്നത്. CPM ഇവിടെ അക്രമ രാഷ്ട്രീയമാണ്. CPM അക്രമ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നു. RSS-ന് അതിൽ നിന്ന് പങ്കൊന്നുമില്ല. നമുക്കറിയാം, കേരളത്തിന്റെ പുറത്തേക്ക് പോകുമ്പോഴും നമുക്കറിയാം RSS-കാർ കാണിക്കുന്ന അക്രമം എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം. കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്ത് നോക്കൂ. ഇപ്പൊ എന്തിനേറെ പറയുന്നത്, ഈ സ്വന്തം നാട്ടിലുള്ള ആളുകളെ കൊലപ്പെടുത്താനും അവരുടെ വീട് ഇടിച്ചു പൊളിച്ച് കളയാനും വേണ്ടി ബുൾഡോസർ രാജ്യം നടത്തുന്ന പാർട്ടി ഏതാ? ഇപ്പൊ രേവന്ത് റെഡ്ഡിയും തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. കർണാടകയിൽ തുടങ്ങിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥല്ലേ ഈമാതിരി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരുടെ വീടുകൾ ഇടിച്ചു പൊളിക്കാൻ ബുൾഡോസറും കൊണ്ടുപോയി ഹൈക്കോടതി ഇടപെട്ടു, സുപ്രീം കോടതി ഇടപെട്ടു, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഇതേ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് സാധാരണ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പേര് BJP എന്ന് തന്നെയാണ്. അതിന് സംഘപരിവാറിന്റെ ആശയങ്ങളുമായി എപ്പോഴും ബന്ധമുണ്ട്. ഇത്രയും അധികം ആളുകളെ കൊന്നു. എന്നിട്ട് ഇവിടെ പറയുന്ന CPM ആണ് അക്രമ പാർട്ടി. CPM ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊലപാതകികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി. ഇത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ശരിക്കും അഖിൽമാരാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അഖിൽമാരാർ ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം അഖിൽമാരാർ സംസാരിക്കാൻ. ഇപ്പം അഖിൽമാരാർ കുറച്ചു കാലം കോൺഗ്രസിന്റെ പിന്നാലെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ സീറ്റ് കിട്ടാതെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് കോൺഗ്രസ്സുകാർ പിടിച്ച് സീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ തെന്നി മാറി നേരെ ഇവിടേക്ക് പോകുന്നു. എന്നിട്ട് അഖിൽമാരാർ ഇവരുടെ 2020 സ്ഥാനാർത്ഥിയായി മാറുന്നു. ഇതല്ലേ ശരിക്കും നടക്കുന്നത്? അഖിൽമാരാർ എന്തിനാണ്? ഒരു നിലപാടും ഇല്ലാത്ത ഒരു വ്യക്തി. ഒരു നിലപാടും ഇല്ല, രാഷ്ട്രീയമായ നിലപാടും ഇല്ല, വ്യക്തിപരമായ നിലപാടും ഇല്ല. ഇവിടെ കേരളത്തിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളാണ് അഖിൽമാരാർ എന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വയനാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ വലിയ വാചകം അടിച്ചല്ലോ, ഞാൻ വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന്. എന്നിട്ട് എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു? എത്ര പേർക്കാണ് അഖിൽമാരാർ വീട് വെച്ചു കൊടുത്തത്? എന്നിട്ട് വീട് വെച്ചു കൊടുക്കാം ഇവിടെ എന്നിട്ട് പറഞ്ഞെന്താ, CMDRF-ലേക്ക് 1 രൂപ പോലും സംഭാവന ചെയ്യരുത് എന്ന് പറഞ്ഞു.
അത് ഈ അഖിൽമാരാരാ. ഈ അഖിൽമാരാറിന് കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിപത്തിയാണുള്ളത്? കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിപത്തിയാണുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. CMDRFിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. വീട് വെച്ചു കൊടുക്കുക. ആ വീട് വെച്ചു കൊടുക്കുന്ന വയനാട്ടിൽ കിടക്കുന്ന ആളുകൾ ഞാൻ എന്റെ വീടിനടുത്ത് വരണം, കൊട്ടാരക്കര വരണം, എങ്കിലേ ഞാൻ വീട് വെച്ചു കൊടുക്കും. ഇങ്ങനെയാണോ? ഇതാണോ മര്യാദ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് നമ്മുടെ സമൂഹത്തോട്, നാടിനോട്, കേരളത്തോട് എന്താണ് സ്നേഹം ഉണ്ടാവുക? ഇവർക്ക് സ്നേഹമൊന്നുമില്ല. ഇവർക്കൊക്കെ ശരിക്കും ഈ നിലപാടുകളില്ല എന്ന് പറയുന്ന ഈ അതേ അഖിൽമാരാര് പണ്ട് ഈ ബിഗ് ബോസ് ഷോയ്ക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് പിന്നെന്താണ് പറഞ്ഞത്, ലുലു മാളിൽ പോയിട്ട് തുണി പൊക്കി നിൽക്കുന്നതാണ് അല്ലേ എന്ന് പറഞ്ഞ ഒരാളെ അഖിൽമാരാര്. എന്നിട്ട് അയാള് പിന്നെ ബിഗ് ബോസിൽ പോയല്ലോ, ബിഗ് ബോസിൽ പോയി വിന്നറായി തിരിച്ചു വരികയും ചെയ്താണല്ലോ. ഈ പറയുന്ന ഇങ്ങനെ നിലപാടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇപ്പം രമേശ് പിഷാരടി പോയി, BJPക്കാർ തടഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിനു തടഞ്ഞു? എന്താ രമേശ് പിഷാരടിയെ പോലെ ഒരു നേതാവിന് അവിടെ പോയിട്ട് അയാൾ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകനായിക്കോട്ടെ, പ്രവർത്തിക്കാത്ത സ്ഥാനാർത്ഥി ആയതായിരിക്കും, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ആ പിഷാരടി അവിടെ ചെല്ലുമ്പോൾ പിഷാരടിയെ തടയാനുള്ള എന്ത് യോഗ്യതയാണ് ശരിക്കും അവിടുത്തെ BJP പ്രവർത്തകർക്കുള്ളത്? ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ ശോഭാജി ജയിക്കോ ജയിക്കാതിരിക്കോ അതൊക്കെ വേറെ കാര്യം. ശോഭാ സുരേന്ദ്രൻ ജയിച്ച് പിന്നെ വർഗീയത പറഞ്ഞിട്ടായാലും കരഞ്ഞായാലും എങ്ങനെയായാലും ശോഭാജി അവിടെ 10 വോട്ട് പിടിക്കും. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ പറയുന്ന പോലെ ശോഭയും ഇവരും തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ട്, അതായത് കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, അത് വേറെ വിഷയം. അപ്പം ഇവിടെ ഈ രീതിയിൽ നിൽക്കുന്ന ഒരു സ്വതന്ത്രനായി നിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യ മതേതര രാഷ്ട്രമാണെന്ന് ഇത്. അവിടെ ഏതൊരു സ്ഥാനാർത്ഥിക്കും അവരുടെ മണ്ഡലത്തിൽ പ്രവേശിക്കാനും അവിടെ വോട്ട് അഭ്യർത്ഥിക്കാനും ഓരോ വ്യക്തികളെ പോയി കാണാനുമുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അതിനെ തടയിടാൻ ഈ നാട്ടിൽ ഒരു RSS കാരനും ഒരു BJPക്കാരനും വളർന്നിട്ടില്ല. അതല്ലെങ്കിൽ അതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അഖിൽമാരാറിനെ പോലെ ഒരു യോഗ്യതയും, പൊളിറ്റിക്കലി ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾ എന്തിനു കയറി വരുന്നു? അതിന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാനുള്ള യോഗ്യത അഖിൽമാരാറിന് എന്താ ശരിക്കും? കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി അതിന് ദോഷമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് രാഷ്ട്രീയ മര്യാദ പാലിക്കണമെന്ന് സ്വാഭാവികമായിട്ട് അതിപ്പോ മുഖ്യമന്ത്രിയും അല്ല സാധാരണക്കാരും പറയത്തില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോ ഒരു പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പറ്റത്തില്ല. ഇത് അവരുടെ കുത്തകയാണോ അത്? ഈ കേരളത്തിൽ ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് ഇവരങ്ങനെ ഒരു 5 സീറ്റ് പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തേക്ക് വരുകയോ ചെയ്തുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായി ഏതെങ്കിലും ഒരാൾക്ക് കേരളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? അടിച്ചോടിക്കില്ലേ ഇവര്? ഇവിടുത്തെ നമുക്കറിയാം, കൽബുർഗി അടക്കമുള്ള എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. നമുക്ക് തൊട്ടടുത്ത കർണാടകയിൽ വെടിവെച്ച് പോകുന്നില്ലേ? അപ്പൊ മാധ്യമ സ്വാതന്ത്ര്യമില്ല. തനിക്ക് പിന്നെ ഈ പറയുന്ന പോലെ നമുക്കറിയാം ചില ടാഗ് കൊടുക്കുന്നതിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ചില ടാഗുകളിട്ട് അവർ യൂട്യൂബിന് പോലും ഭയമാണ് പ്രൊമോട്ട് ചെയ്യാൻ. അപ്പൊ ആ രീതിയിൽ വരെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്ക്. ഇത് എവിടെ പറ്റുന്നത്? ഈ പറയുന്ന പ്രധാനമന്ത്രി എത്ര തവണ പിന്നെ ഒരു മീഡിയക്ക് മുന്നിൽ വന്നിട്ടുണ്ട്? മൻ കി ബാത്ത് അല്ലാതെ എത്ര തവണ വന്നിട്ടുണ്ട്? വന്നിട്ടേ ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനെ ന്യായീകരിക്കുന്നത് 10 വർഷമായിട്ട് ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ ഒരൊട്ടും ജനാധിപത്യ മര്യാദയില്ലാത്ത, ജനാധിപത്യ ബോധമില്ലാത്ത, വാക്കുകളിൽ പോലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വ്യക്തി എന്തിനാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്? അതിന് പിന്നെ എന്താ പറയാ, TPയെ കൊന്നു, 51 വെട്ടിക്കൊന്നു, അതൊക്കെ ഇപ്പോഴും പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? TPയുടെ ഭാര്യ KK രമ എന്ന് പറയുന്ന വടകരയിലെ MLA ആണെന്നേ. UDFന്റെ ഘടകകക്ഷി പിന്നെ അസോസിയേറ്റ് അംഗമാണ്. ഇതുവരെ പിന്നെ KK രമ പോലും ഇപ്പൊ അതിനെക്കുറിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത് പറയാറില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് പറയാറേ ഇല്ല KK രമ പോലും. എന്തുകൊണ്ടാണ് KK രമ പറയുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് KK രമ. അവിടെ സഹതാപതരംഗം അല്ല വേണ്ടത് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണെന്ന് KK രമ. അതുകൊണ്ട് KK രമ ആ കാര്യം പറയാറില്ലല്ലോ. KK രമയുടെ ഏറ്റവും വലിയ ആയുധമല്ലേ അത്? CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയെ തകർക്കാൻ KK രമയുടെ കയ്യിരിക്കുന്ന ആയുധമല്ലേ? TPയുടെ പിന്നെ വിധവയല്ലേ? KK രമയ്ക്ക് പറയാം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും KK രമ അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് KK രമ വോട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ് ഈ പറയുന്ന 2020ക്ക് ഈ TPയോട് ഇത്ര സ്നേഹം ഇല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട് RSSകാരുടെ കൈകൊണ്ട് മരിച്ചിരിക്കുന്നത് ഇവിടെ 55% ആളുകളും CPMകാരാണ്.
35% താഴെ മാത്രമാണ് ഈ പറയുന്ന BJP-ക്കാരുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ള പാർട്ടി ഏതാ? RSS. ഏറ്റവും വലിയ കൊലപാതക പാർട്ടി ആരാ? RSS സംഘപരിവാർ അല്ലേ? ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അഖിൽമാരാർ ആദ്യം ചെയ്യേണ്ടത്. നിൽക്കുന്നിടം ചാണകക്കുഴിയാണെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ ചാടിയതാണെങ്കിലും അതിനകത്ത് കിടന്നോളൂ, അഭിരമിച്ചോളൂ. നിങ്ങൾ ധാരാളമായി പിന്നെ ചാണകമോ ഗോമൂത്രമോ എന്ത് വേണേ കഴിച്ചോളൂ. പക്ഷെ കഴിക്കുന്നത് മറ്റുള്ളവരുടെ മുഖത്തേക്ക് തുപ്പാതിരിക്കും.